മിസ്റ്റർ അജ്മൽ ഒരു പുതിയ വീട് വെക്കാം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും അതിന് ഇനാര എന്നുള്ളൊരു പേരിടാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ, ഇനാര മീൻസ് റേ ഓഫ് ലൈറ്റ് എന്നാണ്. അപ്പോൾ റേ ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ലൈഫിലൊരു പുതിയൊരു വെളിച്ചം വരുന്നു. അതുപോലെ തന്നെ ഈ വീട് വെച്ച് അതിൻ്റെ ഒരു ഹാഫ് വേ ആകുമ്പോൾ തന്നെ അജ്മലിൻ്റെ ലൈഫിലൊരു പുതിയ വെളിച്ചമായിട്ട് പുതിയൊരു മകൻ ഉണ്ടാവുന്നു, പുതിയൊരു വീടുണ്ടാവുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പ്രകാശപൂരിതമായിട്ടുള്ള ഒരു വീട് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ അജ്മലിൻ്റെ സ്വദേശം പത്തനംതിട്ടയാണ്. ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മാറി കുറച്ചും കൂടി വിശാലമായ ഒരു വലിയ പ്ലോട്ട് എടുത്തിട്ട് ഇതൊരു 15 സെൻറ്റ് പ്ലോട്ടാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അജ്മൽ പുതിയ വീടിന് വേണ്ടി സെലക്ട് ചെയ്തത്. നമ്മൾ സൈറ്റ് വിസിറ്റിന് വേണ്ടി ഫസ്റ്റത്തെ പ്രാവശ്യം ഈ പ്ലോട്ട് കാണാൻ വന്നപ്പോൾ തന്നെ വളരെ രസമായിട്ടുള്ളൊരു സ്ഥലമാണിത്. അതായത് ഒരു കുന്നിൻ ചരിവിലുള്ള ഒരു 15 സെൻറ്റ് സ്ഥലമാണ്. അജ്മൽ ഈ പ്ലോട്ട് പർച്ചേസ് ചെയ്തപ്പോൾ തന്നെ ഇത് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു ലാൻഡായിരുന്നു. അപ്പോൾ അജ്മലിൻ്റെ മൈൻഡിൽ എന്തൊക്കെയാണ് ഈ വീടിന് വേണ്ടത്, ആളുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീട് മാക്സിമം നമുക്ക് കുറച്ച് ബാക്കിലേക്ക് വയ്ക്കാം. അപ്പോൾ നല്ല രീതിയിലൊരു എലിവേഷനും ഒക്കെ പുറത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. പിന്നെ കുറച്ച് കാർ പാർക്കിങ്ങിനും ഫ്രണ്ടിലെ യാർഡ് കുറച്ചധികം നമുക്ക് സ്ഥലം കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ രീതിയിൽ വീട് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ വീടിൻ്റെ ഒരു ബേസിക് ഔട്ട്ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മോഡേൺ ട്രോപ്പിക്കൽ തീമിൽ ചെയ്തിട്ടുള്ള വീടാണ്. നമുക്ക് അത്യാവശ്യം നല്ല മുറ്റമുണ്ട്, ഇതുപോലെ വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് സ്പേസ് ഉണ്ട്. അപ്പോൾ അജ്മലിനും അജ്മലിൻ്റെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കാനും നമുക്ക് ഫ്രണ്ടിൽ തന്നെയുള്ള ഈ ഒരു ഗ്രീനറി കാര്യങ്ങളെല്ലാം ആസ്വദിക്കാനും എല്ലാം ഉള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. ഇതൊരു 2800 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിട്ടുള്ള വീടാണ്. 3 ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. താഴെ 2 ബെഡ്റൂം, മേളിൽ 1 ബെഡ്റൂം. ഇതിൻ്റെ ഒരു ലേ ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൂംസ് എല്ലാം നമ്മൾ 2 സൈഡിലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ റൂംസിന് 2 സൈഡിലുള്ള റൂംസിന് നമ്മൾ നടുവിലുള്ള ഡൈനിങ് റൂം വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ടും കൂട്ടിയാടും പിന്നെ ഒരു വാട്ടർ ബോഡിയും കൊടുത്തിട്ടുണ്ട്. വാട്ടർ ബോഡിയിൽ കുറച്ച് കോയി ഫിഷും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു സൈഡിൽ കോട്ടിയാടും മറ്റു സൈഡിൽ വാട്ടർ ബോഡിയും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഡൈനിങ് സ്പേസിന്റെ 2 സൈഡായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ എല്ലാ റൂംസിനും അത്യാവശ്യം നമുക്ക് പ്രൈവസിയും ഉണ്ട്. എന്നാൽ അതേസമയം നല്ല രീതിയിലുള്ള ക്രോസ് വെന്റിലേഷനും എൻഷുർ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു നിസ്കാര റൂമുണ്ട്, ഒരു കിച്ചൺ ഉണ്ട്, ഒരു വർക്ക് ഏരിയ ഉണ്ട്. പിന്നെ മേളിലേക്ക് എല്ലാ നേരത്തും നമുക്കൊരു ഫോർമൽ ലിവിങ്, ഒരു ബെഡ്റൂം. ഇത്രയാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു റൂംസിന്റെ അറേഞ്ച്മെന്റ് ആയിട്ട് നമുക്ക് കാണാനുള്ളത്. കളർ തീം ഒക്കെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള വളരെ വൃത്തിയായിട്ടുള്ള മിനിമൽ രീതിയിലുള്ള വൈറ്റും ഗ്രേയും പിന്നെ കുറച്ച് വുഡിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ മിനിമൽ രീതിയിൽ, എന്നാൽ അത്യാവശ്യം എല്ലാ മോഡേൺ അമ്യൂണിറ്റീസും ഉൾക്കൊള്ളുന്ന ഒരു വീട്. അതേസമയം ഏതൊരു പ്രായത്തിലുള്ള ആളുകൾ വന്നാലും അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ആസ്പെക്റ്റിലുള്ള വീട്, അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഇന്റീരിയർ പ്ലാൻ ചെയ്യാൻ നേരത്തെ നമ്മൾ കുറച്ചൊരു സ്കാൻഡിനേവിയൻ തീം കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അത് റൂംസിലേക്കെല്ലാം വരാൻ നേരത്തെ കുറച്ചൊരു സീന്റെയും ഒരു ഗ്രീനിന്റെയും എലമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ട് അങ്ങനെ കുറച്ചൊരു കളറ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ വീടിന് ഒത്തിരി ഇൻഫോർമൽ സീറ്റിംഗ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ഡൈനിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇരിക്കാനായിട്ടൊരു സൺറൂം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിറ്റ് ഔട്ട് ഒരു പ്രത്യേക രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ സിറ്റ് ഔട്ടിൻ്റെ മേളിൽ വരുന്ന ഒരു ഓപ്പൺ ടെറസ് സ്പേസ് വന്നിട്ടുള്ളത്. അതൊരു ബാൽക്കണി പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ അതങ്ങനെ വരാനൊരു റീസൺ ഉണ്ട്. അതായത് ഇതൊരു കുന്നിൻ ചെരുവിലുള്ളൊരു പ്ലോട്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ആക്ച്വലി അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലാണ് ഈ പ്ലോട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെറസിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ
നമുക്കിതിൻ്റെ ചുറ്റും നിറയെ മലകളാണ്. അപ്പോൾ മലയുടെയൊക്കെ ഇടയിൽ കൂടെയുള്ള ഒരു വാലി വ്യൂ ഈ ഒരു ടെറസിൽ വന്നിരുന്നാൽ കിട്ടും. അത് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു കപ്പ് ചായ ആയിട്ട് അവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ്. എസ്പെഷ്യലി ഒരു മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ആംബിയൻസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ടെറസ് സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതേപോലെ തന്നെയാണ് ബാക്കിലുള്ളൊരു സൺറൂമും. നമുക്ക് ഒരു റിലാക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ നിന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വെറുതെ കാഷ്വലായിട്ട് നമ്മൾക്ക് നമ്മളുടെ ഒരു ഫ്രീ ടൈം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഒന്നിരിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു വൈബുള്ള ഒരു സ്ഥലമാണ് ഈ സൺറൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹായ്, ഞാൻ അജ്മൽ, സ്ഥലം പത്തനംതിട്ടയാണ്. ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം ചെന്നൈയിലാണ്. ഫാദറിന് അവിടെ ബിസിനസ്സായിരുന്നു. ഞങ്ങൾ നേരത്തെ ഒരു റെൻ്റ് ഹൗസിലായിരുന്നു. ഈ സമ്മർ ഹോളിഡേ, സമ്മർ വെക്കേഷൻസിനൊക്കെ നാട്ടിൽ വരാൻ സമയത്ത് നമ്മളിങ്ങനെ റോഡിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്കിങ്ങനെ കുറേ വീടുകൾ, അതായത് ചെന്നൈയിലൊന്നും കാണാത്ത വീടുകളായിരിക്കും കേരളത്തിലുള്ളത്. ലൈക്ക് എൻവിറോൺമെൻറ്റ് ബേസിസ് ഒക്കെ ആയിട്ടുള്ള ഒരു വീട്. അപ്പം അന്ന് കാണുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഫാദറിനോടും മദറിനോടും ഞാൻ പറയും, ഇതുപോലൊരു വീട് ഞാൻ പണിയും എന്നുള്ളത് ഞാൻ കുഞ്ഞിലെ പറയാറുണ്ട്. അപ്പം അത് നടക്കും എന്നുള്ള സ്വപ്നത്തോടെ അല്ല, പിള്ളേരാകുമ്പോൾ അത് പറയുമല്ലോ. ഇന്ന് ഞാനത് ലൈക്ക് ഐ ഡിഡ് ഇറ്റ്, ഞാനത് ചെയ്തു. ലൈക്ക് ഫാദർ മേടിച്ചിട്ട സ്ഥലമാണ്, നല്ലൊരു കാം പ്ലേസ് ആണ്. സോ അതിനനുസരിച്ചൊരു വീട് വേണം. സോ ലൈക്ക് ഒരു ക്ലോസ്ഡ് സ്പേസ് ആകാൻ പാടില്ല. നമുക്ക് ഓപ്പൺ സ്പേസും സൺലൈറ്റ്സും, നമുക്കൊരു റിലാക്സേഷൻ മൈൻഡ് വേണം നമുക്ക് ഈ വീട്ടിൽ വരുമ്പോൾ തന്നെ. ഞാൻ ഓൺലൈനിൽ കൂടെ കുറച്ച് സെർച്ച് ചെയ്തു, ലൈക്ക് ആർക്കിടെക്ചറൽ ഡിസൈൻസ് എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്യും. ഗൂഗിൾ ഓബിയസ്ലി നമ്മൾ ചെയ്യും. അങ്ങനെ കണ്ടുവന്നതാണ് മാറ്റ് കോൺസെപ്റ്റ്സ്. അപ്പോൾ ഞാൻ തന്നെ എൻക്വയറി ചെയ്തു. ഓൺ സ്പോട്ട് റെസ്പോൺസ് ഉണ്ടായിരുന്നു. നേരിട്ട് കണ്ട് മീറ്റ് ചെയ്തു. മനാഫിക്കാണ് കണ്ടത്. അപ്പം നമ്മുടെ റിക്വയർമെൻറ്റ്സ് നമ്മൾ അതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള ഗ്രീനറി സ്പേസസും, നമുക്ക് മിറ്റം, ഞാൻ മെയിൻലി കോൺസെൻട്രേഷൻ ചെയ്ത മിറ്റമാണ്. നമുക്ക് എൻ്റെ പിള്ളേർക്കൊക്കെ കളിച്ച് വളരാനായിട്ടുള്ള മിറ്റവും എല്ലാത്തിനും സ്യൂട്ടബിൾ ആയിരിക്കുന്ന ഒരു ആർക്കിടെക്ചറൽ ഡിസൈനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സോ നമ്മുടെ ഐഡിയാസ് പറയുകയും അവരതുപോലെ എക്സിക്യൂഷൻ നല്ല രീതിയിൽ ചെയ്തു തന്നു. നമ്മുടെ മൈൻഡിൽ എന്താണോ ആ ഒരു നമ്മുടെ ഡ്രീം, സ്വപ്നം, അത് യാഥാർത്ഥ്യമാക്കി. ആ സെയിം ഞാൻ എന്ത് മനസ്സിൽ കണ്ടോ അതിലും കൂടുതലായിട്ട് എനിക്ക് അവർ എക്സിക്യൂട്ട് ചെയ്ത് തന്നു ആ ഒരു ഡിസൈൻ. സോ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ആൻഡ് obviously I recommend you to consult with Matte Concepts.